ഗൗതം, ഇവിടെ ഇപ്പോഴും പലതരത്തിലുള്ള വിലയിരുത്തലുകൾ തുടരുന്നു. നമ്മുടെ അതിഥികളൊക്കെ പോയി കഴിഞ്ഞു. റോണി കെ ബേബിയും ഒക്കെ പോയി എന്ന് വേണം കരുതാൻ. നമ്മുടെ പല വിലയിരുത്തലുകൾ നമ്മൾ ഇതിനിടെ കണ്ടു. പക്ഷെ അതിൽ ആദ്യം ഞാൻ പറഞ്ഞു ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സംഗതി, ഇപ്പോൾ ശ്യാം ചൂണ്ടിക്കാട്ടിയതുപോലെ നിതീഷ് കുമാർ എന്നുള്ളൊരു മുഖ്യമന്ത്രി വരികയും കഴിഞ്ഞൊരു 10-11 വർഷമായി അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ നിന്നുകൂടി ഒരു പിന്തുണ ലഭിക്കുകയും ചെയ്തതിന് ശേഷം ഈ 1977 മുതൽ ഒരു 25 വർഷക്കാലം ഉണ്ടായിരുന്ന ആൻറ്റി ഇൻകുംബൻസി എന്നൊരു സാധനം, ഏറ്റവും പ്രധാന വികാരം അന്നൊക്കെ വോട്ടർമാരെ സ്വാധീനിച്ചിരുന്നത് അവരുടെ രോഷമായിരുന്നു. സർക്കാരിനോടുള്ളൊരു രോഷം, അതൃപ്തി പ്രകടിപ്പിക്കുന്ന, അങ്ങനെ സർക്കാരുകൾ മാറി മാറി വരികയും പിന്നെ കുറച്ചു കാലം ഈ പറയുന്ന എഞ്ചിനീയറിംഗ് എല്ലാം അദ്ദേഹം നടത്തിയിട്ട് പോലും കടുത്ത വെല്ലുവിളി നേരിടേണ്ടി വന്നു ലാലു പ്രസാദ് യാദവിന് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ കാണുന്നൊരു കാഴ്ച പ്രോ ഇൻകംബൻസി എന്നൊരു ഫാക്ടർ ഒരുപക്ഷെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നതെന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യാനന്തരം നടന്ന തെരഞ്ഞെടുപ്പുകൾ, അതിന് തൊട്ടു പിന്നാലെ വന്ന തെരഞ്ഞെടുപ്പുകൾ, കാര്യം സ്വാതന്ത്ര്യപ്രാപ്തി നേറിയ ആ പ്രസ്ഥാനം തന്നെ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നു. അവരെ ഒന്നുകൂടി ജയിപ്പിക്കാനുണ്ടായ സംഗതി, അവർ വികസനം കണ്ടിട്ടില്ല, എങ്ങനെയാണ് പ്രവർത്തനം കണ്ടിട്ടില്ലാത്ത ആ ഒരു കാലഘട്ടത്തിന് ശേഷം വീണ്ടും ഈ ഒരു യുഗം എന്ന് പറയുന്നത് പ്രോ ഇൻകംബൻസിയുടേതാണ് ചില സംസ്ഥാനങ്ങളിൽ. അപ്പോൾ അത് വളരെ കൃത്യമായ ഒരു ജനങ്ങളുടെ മനസ്സ്, ജനങ്ങളുടെ വിലയിരുത്തൽ, പുതിയ തലമുറയുടെ ഒരു മനസ്സും ഒക്കെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. ഇപ്പം നേരത്തെ ശ്യാം പറഞ്ഞ പോലെ തന്നെ നേരത്തെ പറയാൻ വിട്ടുപോയൊരു പോയിന്റാണ് ജംഗിൾ രാജ് എന്നുള്ളൊരു സംഗതി. സന്ധ്യയ്ക്ക് ശേഷം പുറത്തിറങ്ങാൻ പറ്റാത്ത, അത് ബീഹാറിൽ മാത്രമല്ല യുപിക്ക് സമാനമായി നീങ്ങുകയാണ്. ഇപ്പോഴും ഏറ്റവും പിന്നാക്കാവസ്ഥയുള്ള സംസ്ഥാനമാണ് ബീഹാർ. കാര്യം അത്ര പിന്നാക്കമായിരുന്നു. അവിടെ ഈ വികസനം എന്നുള്ളത് പ്രഖ്യാപനങ്ങൾ മാത്രം ഒതുങ്ങിയിരുന്നു എപ്പോഴും, അല്ലെങ്കിൽ പ്രകടന പത്രികകൾ ഒതുങ്ങിയിരുന്നു. അതിനുമപ്പുറത്തേക്ക് നിതീഷ് കുമാർ എന്ന മുഖ്യമന്ത്രി, അതിനൊപ്പം NDA നൽകുന്നൊരു പിന്തുണ, നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന പ്രധാനമന്ത്രി അവിടെ സന്ദർശിച്ച് ഈ എല്ലാ അർത്ഥത്തിലും ആ സംസ്ഥാനത്തിന് നൽകുന്ന ഒരു ഇരട്ട എൻജിൻ പവർ, അത് കേവലം ട്രോളുകളിൽ ഒതുക്കേണ്ടതല്ല, അത് കേവലം പരിഹാസത്തിന് മാത്രം പാത്രമല്ല എന്ന് കണക്കുകൾ, അവിടുത്തെ അവസ്ഥ, അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണം, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ പ്രതികരണം, പെൺകുട്ടികളുടെ പ്രതികരണം നമ്മൾ കണ്ടു, വീട്ടമ്മമാരുടെ പ്രതികരണം കണ്ടു, സാധാരണ ജോലിക്കാരുടെ പ്രതികരണം. നിതീഷ് കുമാറിന്റെ ഏറ്റവും വലിയ കരുത്തെന്ന് പറയുന്നത് വനിതാ വോട്ടർമാരാണ്. 2005 മുതൽ അദ്ദേഹം 19 വർഷം തുടരുന്നത് തന്നെ സ്ത്രീ വോട്ടർമാരുടെ ഒരു മേധാവിത്വം ഉറച്ച പിന്തുണ, അതും ലഭിച്ചതിൻ്റെ, പറഞ്ഞ വാക്ക് പാലിച്ചതിൻ്റെ, ഈ വികസനം സഹായം താഴെത്തട്ടിൽ എത്തിച്ചതിൻ്റെ യുവാക്കളുടെ പ്രതികരണം കണ്ടു. ഞങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസം എന്നുള്ളത് കേവലം സ്വപ്നമായിരുന്നു, ഇന്ന് ഞങ്ങൾക്കത് സാധിക്കും. 4 ലക്ഷം രൂപ വരെയാണ് വിദ്യാഭ്യാസ ലോണായി, വായ്പയായി നൽകുന്നത്. അപ്പോൾ നമ്മുടെ ടീം അവിടെ സന്ദർശിച്ചപ്പോൾ ലഭിച്ച പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. നമ്മുടെ റിപ്പോർട്ടർമാർ തയ്യാറാണ് എന്ന് കരുതുന്നു. PCR ആരൊക്കെ ഇപ്പോൾ സജീവമായി രംഗത്തുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങൾക്കായി? ജിഷ്ണു രാവിലെ മുതൽ തന്നെ പട്നയിൽ ഉണ്ട്. ഓക്കെ ഗൗതം, ഈ ഒരു തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ കോൺഗ്രസിനും RJDക്കും ഈ ലാലു പ്രസാദ് കുടുംബത്തിനുമാണ് ഒരുപക്ഷെ ഏറ്റവും അധികം ചങ്കിടിപ്പുണ്ടാക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവർ തമ്മിലടിക്കുകയാണ്. മറ്റൊരു വലിയ തമാശ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു, ഇന്നലെ രാത്രി അതിൻ്റെ വീഡിയോയും കണ്ടു. വോട്ട് ചോരി വേറൊരു അർത്ഥത്തിലൊരു ആരോപണം കൊണ്ടുവന്നിരുന്നു. വോട്ടിംഗ് മെഷീനുകൾ കടത്താൻ ശ്രമമെന്നൊരു ആരോപണം എല്ലാ തെരഞ്ഞെടുപ്പ് ഉള്ളതാണ്. പക്ഷേ ഇത്തവണ അത് കൈയോടെ പിടിച്ച ഒരു വനിതാ പോലീസ് ഓഫീസർ. ആ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാകുമെന്ന് കരുതുന്നു. ഈ വോട്ടിംഗ് മെഷീൻ കൊണ്ടുപോകുന്നത് പോലുള്ള പെട്ടികൾ വണ്ടിയിൽ കയറ്റി ലോഡ് ചെയ്ത് കൊണ്ടുപോകുന്ന ദൃശ്യം കൃത്യമായി പകർത്തി കഴിഞ്ഞപ്പോൾ സംശയം തോന്നിയ ഒരു വനിതാ പോലീസ് ഓഫീസർ അത് തടഞ്ഞു. അപ്പോൾ അതെന്താണ് എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് കടക്കാൻ ശ്രമിച്ചവരെ അവിടെ തടഞ്ഞു നിർത്തുകയും ഈ പെട്ടികൾ തുറന്ന് കാണിച്ച് അതിൻ്റെ ദൃശ്യങ്ങൾ എടുക്കുകയും ചെയ്തു. ആ പെട്ടികൾ കാലിയായിരുന്നു. വോട്ടിംഗ് മെഷീനുകൾ കൊണ്ടുവരുന്ന പെട്ടിയുടെ അതേ മാതൃകയിലുള്ള പെട്ടികൾ ഒരു ട്രക്ക് നിറച്ച് കൊണ്ടുവച്ചിട്ട് അതിന് തെളിവായി. അപ്പോൾ അടുത്ത വലിയ പവർ പോയിന്റോട് കൂടിയുള്ള മാധ്യമ സമ്മേളനത്തിന് രാഹുലിന് അരങ്ങൊരുക്കാൻ ഏതോ റിസർച്ച് ടീം അതല്ലെങ്കിൽ ഏതോ PR ടീം നടത്തിയ ഉദ്യമമാണ് ഒരു വനിതാ പോലീസ് ഓഫീസർ കയ്യോടെ പൊക്കിയത്, മുളയിലെ നുള്ളിക്കളഞ്ഞത്. അപ്പോൾ
ഇനിയെങ്കിലും ഇനി പഠിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു പ്രതിപക്ഷമില്ലാത്തൊരു രാഷ്ട്രം, പ്രതിപക്ഷമില്ലാത്തൊരു രാജ്യം എന്ന് പറയുന്നത് ഒട്ടും അഭിലഷണീയമായ കാര്യമല്ല. അത് ഒരു രാഷ്ട്രീയ പാർട്ടിയും രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരാളും ആഗ്രഹിക്കുന്ന ഒന്നല്ല. ക്രിയാത്മകമായ പ്രതിപക്ഷം വേണം. ഈ രാഹുലിന്റെ ഈ പ്രസ് മീറ്റ് നാടകത്തിന് ശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഈ ബോംബ്, ആറ്റം ബോംബ്, നൈട്രജൻ ബോംബ്, മലയാളം നൈട്രജൻ ബോംബ് എന്തൊക്കെ പറഞ്ഞു, ആറ്റം ബോംബ്. പക്ഷെ അത് അന്ന് തന്നെ അത് നനഞ്ഞിരുന്നു. ഒന്നല്ല, 3 വട്ടം ശ്രമിച്ചു അദ്ദേഹം. അതിൽ ആദ്യ വട്ടം ശ്രമിച്ചപ്പോൾ അതിന് കണക്ക് കൊടുത്ത ആളുടെ പണി പോയി. ആ സംഘടന തന്നെ ഇപ്പോൾ കേസ് നേരിടുകയാണ്. ഇപ്പോഴും ഒരു ലോഡ് രേഖകളുമായി വന്നിട്ട് നടത്തിയ വോട്ട് ചോരിയും നിഷ്പ്രഭമായി. അതല്ലെങ്കിൽ അത് മുളയിലെ തന്നെ, അതല്ലെങ്കിൽ അത് തുടക്കത്തിലെ തന്നെ നനഞ്ഞുപോയി. അപ്പോൾ ഏറ്റവും ഒടുവിൽ ഇതിന് ശേഷം ഇതാ ഒരിക്കൽ കൂടി ജനങ്ങൾ വിധി എഴുതുന്നു. ഈ വോട്ടിംഗ് മെഷീനുകൾ അവിടെയുണ്ട്. എന്തൊക്കെ തിയറികളാണ് കൊണ്ടുവരുന്നത്. ഈ വോട്ടിംഗ് മെഷീനെ വരെ വിദൂരമായിരുന്നത് നിയന്ത്രിക്കാം. അതിൽ എക്ക് വോട്ട് ചെയ്താൽ ബിക്ക് പോകും, ബിക്ക് വോട്ട് ചെയ്താൽ സിക്ക് പോകും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിചിത്രമായ വാദങ്ങൾ തെളിയിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പലതവണ വെല്ലുവിളിച്ചതാണ്. ഒരു രീതിയിലും അതിനോട് സഹകരിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറായിരുന്നില്ല. ഈ ആരോപണം ഉന്നയിക്കുന്നവർ ജിഷ്ണു പട്നായിക്. ജിഷ്ണു, നമസ്തേ, ഗുഡ് മോർണിംഗ്. ബീഹാർ ബാറ്റിലിന്റെ ക്ലൈമാക്സിലേക്ക്, അതിൻ്റെ ജനവിധി എന്താണെന്ന് അറിയാൻ ഇനി മിനിറ്റുകൾ മാത്രം. കൃത്യമായി പറഞ്ഞാൽ 35 മിനിറ്റ് ആകുമ്പോൾ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങുകയും എനിക്ക് തോന്നുന്നു അതിന് മുമ്പ് തന്നെ വോട്ടിംഗ് മെഷീനുകളുടെ സീല് പൊട്ടിച്ച് എണ്ണാൻ തയ്യാറാക്കും എന്നാണ് കരുതേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളായി ജിഷ്ണുവിൻ്റെ റിപ്പോർട്ടുകൾ നമ്മൾ കാണുന്നു, പ്രേക്ഷകർ കാണുന്നു, സ്പന്ദനം കാണുന്നു. ഈ പറയുന്ന എക്സിറ്റ് പോളുകൾ, അതിൽ ഏറ്റവും കുറവ് സാധ്യത കൽപ്പിച്ച എക്സിറ്റ് പോൾ പോലും NDAക്ക് കേവല ഭൂരിപക്ഷം ഉറപ്പിക്കുന്നു. ഏറ്റവും വലിയ സാധ്യത കൽപ്പിച്ച എക്സിറ്റ് പോളുകൾ 184 വരെ സീറ്റ് NDAക്ക് നൽകുന്നു. BJP നിതീഷ് കുമാർ സഖ്യത്തിന്, JDU സഖ്യത്തിന്. ഒപ്പം തന്നെ അതിനും അപ്പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള ചില വിലയിരുത്തലുകൾ വരുന്നു. ഏതായാലും NDA ഭരണം നിലനിർത്തില്ല എന്നോ ഭരണ തുടർച്ച ഉണ്ടാകില്ല എന്നോ ഒരു വിലയിരുത്തലും കണ്ടില്ല, ഒരു എക്സിറ്റ് പോളിലും കണ്ടില്ല. ജിഷ്ണു ആകെ ചൂണ്ടിക്കാട്ടിയത് പ്രശാന്ത് കിഷോറിൻ്റെ ജൻസൂരജ് പാർട്ടി അല്ലേ, ജൻസൂരജ് പാർട്ടി അവിടെ എത്ര വോട്ട് പിടിക്കുന്നത് ആരുടെ വോട്ടുകളായിരിക്കും എന്നുള്ളത് മാത്രമാണ് ഒരു പക്ഷേ അനിശ്ചിതത്വമായി തുടരുന്നത്. ജിഷ്ണു, ഇനി മിനിറ്റുകൾ മാത്രം. പ്രദീപിള്ള, ഗൗതം, നമസ്തേ, ഗുഡ് മോർണിംഗ്. ഇനി മിനിറ്റുകൾ മാത്രമാണ്. പ്രദീപിള്ള സൂചിപ്പിച്ചതുപോലെ അല്പസമയത്തിനകം തന്നെ സ്ട്രോങ് റൂം തുറക്കും. 8 മണിക്ക് മുൻപായി തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കും. കൃത്യം 8 മണിക്ക് പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങും. ഏകദേശം അരമണിക്കൂറിൽ കൂടുതൽ ആ പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തീരാനുണ്ടാകും. ശേഷം വോട്ടിംഗ് മെഷീനിലേക്ക് കടക്കും. ആ ഒരു നടപടിക്രമങ്ങൾക്ക് വേണ്ടി ബീഹാർ രാഷ്ട്രീയം മാത്രമല്ല ദേശീയ രാഷ്ട്രീയം മുഴുവൻ തന്നെ ഉറ്റുനോക്കുകയാണ്. അതിൻ്റെ നടപടിക്രമങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത്. സുരക്ഷാ ക്രമീകരണങ്ങളെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തെടുത്ത് പറയുന്നത് ഇപ്പോഴും ഈ അവസാന ഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയത്തിൻ്റെ മുനയിൽ നിർത്താനുള്ള വലിയ ശ്രമങ്ങൾ. കഴിഞ്ഞ ദിവസം RJD നേതാക്കൾ തന്നെ ഒരു വണ്ടിയിൽ കാലിപ്പെട്ടി കൊണ്ടുവന്നുകൊണ്ട് അതിൽ വോട്ടിംഗ് മെഷീനുകൾ കടത്തുന്നു എന്ന ആരോപണം നടത്തി. പിന്നീട് സുരക്ഷാ ഉദ്യോഗസ്ഥരെത്തി അത് പരിശോധിച്ചപ്പോൾ ആ പെട്ടികൾ ഒന്നും ഉണ്ടായിരുന്നില്ല, അത് കാലിപ്പെട്ടികളായിരുന്നു. അത്തരത്തിൽ വിവിധ തരത്തിൽ സംശയത്തിന്റെ നിഴലിൽ നിർത്താൻ അത് തോൽവി ഉറപ്പായതുകൊണ്ടാണോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അത്തരത്തിലൊരു ശ്രമം ബീഹാറിൽ നടക്കുന്നുണ്ട്. തീർച്ചയായും NDA വിജയിക്കുകയാണെങ്കിൽ ആ വോട്ടിംഗ് മെഷീനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൂടുതൽ പഴി കേൾക്കേണ്ടി വരും എന്ന കാര്യം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നായിരിക്കും. ഒപ്പം ഒരു രാഷ്ട്രീയ വിലയിരുത്തൽ അവസാന നിമിഷത്തിൽ നടത്തുമ്പോൾ പ്രദീപിള്ള ചൂണ്ടിക്കാട്ടിയതുപോലെ ജൻസുരാജ് പാർട്ടി പിടിക്കുന്ന വോട്ടുകൾ നിർണായകമാകും. പക്ഷേ പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിക്ക് കൂടുതൽ സീറ്റുകൾ വിജയിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഗ്രൗണ്ട് റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. പരമാവധി 1-2 സീറ്റുകളിൽ ജയിച്ചാൽ ജയിച്ചു എന്ന് മാത്രമേ നമുക്ക് വിലയിരുത്താൻ സാധിക്കൂ. BJP, JDU, LJP അടങ്ങുന്ന NDA അതിശക്തമായ പ്രചരണം, അവരുടെ അഭിമാന പ്രശ്നമായി എടുത്തുകൊണ്ടുള്ള അതിശക്തമായ പ്രചാരണം ബീഹാറിൽ നടത്തിയിട്ടുണ്ട്. അതായത് നന്നായി പണിയെടുക്കുക എന്ന് നമ്മൾ രാഷ്ട്രീയത്തിൽ പറയുന്നത് പോലെ അത്തരത്തിൽ വളരെ നന്നായുള്ള പണി NDA സഖ്യം ബീഹാറിൽ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാകണം എക്സിറ്റ് പോൾ ഫലങ്ങളും ജനങ്ങളുടെ പ്രതികരണവും അതിനു മുൻപേ വന്ന അഭിപ്രായ സർവേകളും NDAക്ക് അനുകൂലമായി
അനുകൂലമായിട്ടാണ് വിരൽ ചൂണ്ടുന്നത്. 130 മുകളിലേക്ക് എന്ന് പറയുമ്പോൾ 160 മുകളിൽ വരെ സീറ്റുകൾ നേടാമെന്നും വിലയിരുത്തൽ നടത്തുന്നുണ്ട്. പക്ഷേ ജനങ്ങൾ എന്ത് തീരുമാനിച്ചു? നമ്മൾ ഈ വിലയിരുത്തലുകളെല്ലാം നടത്തുമ്പോഴും ജനങ്ങളുടെ തീരുമാനമാണ് അന്തിമം. അത് എന്ത് എന്നറിയാൻ ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഒപ്പം RJDയെ സംബന്ധിച്ചും അതിശക്തമായിട്ടുള്ള പ്രചാരണം, അവർക്ക് ശക്തമായ ബേസുള്ള പ്രത്യേകിച്ച് യാദവ വോട്ടുകൾ ഉള്ള മേഖലകളിൽ RJD നടത്തിയിട്ടുണ്ട്. RJDയെ സംബന്ധിച്ച് നമ്മൾ ബീഹാറിൽ നടത്തിയ ഒരു യാത്രയിൽ മനസ്സിലാക്കാൻ സാധിച്ചത്, നമ്മൾ കേരളത്തിലെല്ലാം ഉള്ള ഒരു പാർട്ടി സ്ട്രക്ചർ RJDക്കില്ല. അവരുടെ പാർട്ടി എന്നുള്ളത് യാദവ സമൂഹത്തിലെ ആളുകളാണ്. അതാണ് ആ ഒരു പാർട്ടിയായി മുൻപോട്ട് പോകുന്നതും. പരമ്പരാഗത യാദവ ന്യൂനപക്ഷ വോട്ടുകളിൽ ഊന്നിയാണ് RJDയുടെ ശക്തി. അത് പരമാവധി BJPക്കെതിരെ തിരിച്ചുകൊണ്ട് സ്വന്തമാക്കാനുള്ള ശ്രമം തേജസ്വി യാദവ് നടത്തിയിട്ടുണ്ട്. അതിലൊരു പരിധിവരെ തേജസ്വി യാദവ് വിജയിക്കുകയും ചെയ്യും. 60 മുകളിലേക്ക് സീറ്റുകൾ നേടാനുള്ളൊരു സാധ്യത RJDക്കുണ്ട് എന്നുള്ളതാണ് എക്സിറ്റ് പോൾ വിശകലനത്തിൽ നിന്നും. ഒപ്പം സീമാഞ്ചൽ ഉൾപ്പെടെയുള്ള മേഖല, അവരുടെ ശക്തി കേന്ദ്രമായിട്ടുള്ള ഗോപാൽഗഞ്ച്, ഇവിടങ്ങളിലെല്ലാം തന്നെ പരമാവധി മണ്ഡലങ്ങൾ RJD പിടിച്ചെടുക്കും. പക്ഷേ അവർക്ക് തകർച്ച നേരിടാൻ പോകുന്നത് പട്ന ഉൾപ്പെടെയുള്ള നഗരപ്രദേശങ്ങൾ, കഴിഞ്ഞ തവണ അവർക്കൊപ്പം ഒപ്പം നിന്നിട്ടുള്ള സമസ്തിപൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ, ഇവിടങ്ങളിൽ അതിശക്തമായൊരു കടന്നുവരവ് NDA നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ സംസ്ഥാനത്ത് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ബീഹാറിൻ്റെ മാറ്റം, നേരത്തെ ഞാൻ ചൂണ്ടിക്കാട്ടിയതുപോലെ പല മാധ്യമങ്ങളും, പ്രത്യേകിച്ച് മലയാള മാധ്യമങ്ങളും ചില രാഷ്ട്രീയ നിരീക്ഷകരുമെല്ലാം അവർക്കിഷ്ടമുള്ളിടത്തുനിന്ന് ബീഹാറിൻ്റെ ചരിത്രം തുടങ്ങിക്കൊണ്ട് 2005 ശേഷം ബീഹാറിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നിലവിലെ NDA സർക്കാരാണ് എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായ മറുപടി BJPയുടെയും JDUവിൻ്റെയും നേതാക്കൾ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ അത് തുറന്നു കാട്ടിയിട്ടുണ്ട്. കാലാകാലങ്ങളായി കോൺഗ്രസ് ഭരിച്ചിരുന്ന, പിന്നീട് ജനതാദൾ രാഷ്ട്രീയത്തിന് വഴിമാറിയിട്ടുള്ള ബീഹാറിൽ കോൺഗ്രസിൻ്റെയും പിന്നീട് വന്ന ലാലു പ്രസാദ് യാദവിൻ്റെയും ഭരണമാണ് ഈ ബീഹാറിനെ ജംഗിൾ രാജിലേക്ക് തള്ളിവിട്ടത്. ഇവിടുത്തെ യുവാക്കളുടെ തൊഴിലില്ലായ്മയ്ക്ക് കാരണം, ദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക് സംസ്ഥാനം പോകാനുള്ള കാരണം, അടിസ്ഥാന സൗകര്യ വികസനം കാലാകാലങ്ങളിൽ നടത്താത്തത് കൊണ്ടുണ്ടായ പ്രശ്നം, ഇവയെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ആ ജംഗിൾ രാജിലേക്ക് തിരിച്ചു പോകരുതെന്നും, ഇനി മുൻപോട്ട് വികസനത്തിൻ്റെ വലിയൊരു വഴി ബീഹാറിന് മുൻപിൽ NDA തുറന്നിട്ടിരിക്കുകയാണെന്ന കൃത്യമായ പ്രചരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും മുഖ്യമന്ത്രി നിതീഷ് കുമാറും കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാനും എല്ലാം ഉൾപ്പെടുന്ന NDA നേതൃത്വം നടത്തി. അതിനൊപ്പം ജനങ്ങൾ നിന്നു എന്നുള്ളതാണ് എക്സിറ്റ് പോളുകളും രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. പക്ഷേ യഥാർത്ഥ വിധി എന്താണ് എന്ന് നമുക്ക് പെട്ടി പൊട്ടിച്ച വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ എണ്ണിത്തന്നെയേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി വരികയാണ്. ഏതായാലും ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയോടെ ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ക്ലൈമാക്സിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇവിടെ പട്നയിൽ AN കോളേജിലാണ് പട്ന മേഖലയിലെ മുഴുവൻ വോട്ടുകളും എണ്ണുന്നത്. അവിടെ നിന്ന് തത്സമയമുള്ള വിവരങ്ങളൊപ്പം ബീഹാറിൻ്റെ 243 മണ്ഡലങ്ങളിൽ നിന്നുമുള്ള വോട്ടെണ്ണലിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ വളരെ വേഗത്തിൽ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും. പ്രദീപ് പിള്ള. ജിഷ്ണു, മേഖല തിരിച്ച് ഒക്കെ ഉള്ള വിലയിരുത്തലുകൾ വന്നു തുടങ്ങിയിരുന്നു. കാര്യം ഈ ഒരുപക്ഷെ RJDക്ക് ഏറ്റവും അധികം സ്വാധീനം ഉള്ള ഈ യാദവ മുസ്ലിം ബെൽറ്റുകൾ, അതുപോലെ കിഴക്കൻ ബീഹാർ അഥവാ കോസി, മധ്യ ബീഹാർ, മിഥില, ഇങ്ങനെ മേഖല തിരിച്ചുള്ള എന്തെങ്കിലും വിലയിരുത്തലുകൾ ലഭ്യമാണോ? കോസി സീമാഞ്ചൽ ആണ് ഈ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ യാദവ മുസ്ലിം കൺസോൾട്ടേഷനോട് കൂടി ഇവർ പ്രതീക്ഷ അർപ്പിച്ചിരുന്നത്. ആ പ്രദേശത്തെക്കുറിച്ചാണ് ഗൗതം രാവിലെ റോണി കെ ബേബിയും പരാതി പറഞ്ഞത്. SIR ആ നിരാശ ഒട്ടും മറച്ചു വെച്ചില്ല. കാര്യം ഈ മേഖലയിലെ വോട്ട് ബാങ്ക്, ആ കൃത്രിമ വോട്ട് ബാങ്കാണ് തകർന്ന് വീണിരിക്കുന്നത്. SIR കൊണ്ട് യഥാർത്ഥ വോട്ടർമാർ നിലനിൽക്കുകയും SIR ബാധിച്ച പ്രദേശമായി ശ്രീ റോണി കെ ബേബി എടുത്തു കാട്ടിയതും ഈ ഒരു മേഖലയാണ്, കോസി സീമാഞ്ചൽ. ജിഷ്ണു, അത് സംബന്ധിച്ച് എന്തെങ്കിലും വിശദാംശങ്ങൾ ലഭ്യമാണോ? പ്രദീപ്, അതായത് ബീഹാറിൻ്റെ അത്തരത്തിൽ മേഖല തിരിച്ച് പരിശോധിക്കുമ്പോൾ അതിലേറ്റവും പ്രധാനമായി RJDക്ക് വോട്ട് ബാങ്കുള്ള ഒരു മേഖലയാണ് സീമാഞ്ചൽ എന്നുള്ളത്. അവിടങ്ങളിൽ ഈ യാദവ കമ്മ്യൂണിറ്റി, ഒപ്പം തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ ഏറ്റവും കൂടുതലുള്ള പ്രദേശം, അവിടങ്ങളിൽ നിർണായകമാകും. ആ മേഖല നമുക്ക് ആദ്യം പരിശോധിക്കുകയാണെങ്കിൽ അവിടങ്ങളിൽ RJDയുടെ അതിശക്തമായ പ്രചാരണം നടന്നിട്ടുണ്ട്. പക്ഷേ അവിടങ്ങളിലൊരു തുറുപ്പ് ചീട്ടായി വരിക എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് ഒന്ന് അസദുദ്ദീൻ ഒവൈസിയുടെ AIMIM ആണ്. അവിടെ കഴിഞ്ഞ തവണ ബീഹാറിൽ മൊത്തം 5 സീറ്റുകൾ അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടി പിടിച്ചിട്ടുണ്ട്. അവർ പ്രചാരണം നടത്തുന്നത് തീവ്ര മുസ്ലിം
നിലപാടുകൾ പറഞ്ഞുകൊണ്ടാണ് AIMMന്റെ പ്രചാരണം മുൻപോട്ട് പോയത്. അതുകൊണ്ട് RJDക്കും കോൺഗ്രസിനും ഇടതു പാർട്ടികളും ലഭിക്കേണ്ട ന്യൂനപക്ഷ വോട്ടുകൾ ഒരു പരിധിവരെ അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടി പിടിക്കും. അവർ എത്ര സീറ്റിൽ വിജയിക്കും എന്നുള്ളത് നോക്കേണ്ടതാണ്. 4 or 5 സീറ്റുകളിൽ വിജയിച്ചേക്കാം എന്ന് എക്സിറ്റ് പോളുകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എങ്കിൽ പോലും വിജയത്തിനപ്പുറത്തേക്ക് പല മണ്ഡലങ്ങളിലും വിധിയെ സ്വാധീനിക്കാൻ പറ്റുന്ന തരത്തിൽ വോട്ടുകൾ AIMIM പിടിക്കും. കൂടാതെ ഒന്ന് ജൻസുരാജ് പാർട്ടിയാണ്. മുഴുവൻ മണ്ഡലങ്ങളിലും ജൻസുരാജ് പാർട്ടി മത്സരിക്കുന്നുണ്ട്. ജൻസുരാജ് പാർട്ടി ഒരു സംസ്ഥാനത്തെ പ്രതിപക്ഷ പാർട്ടി പ്രചാരണം നടത്തുന്ന ശൈലിയിൽ യുവാക്കളെ കൂടുതൽ ആകർഷിക്കാവുന്ന തരത്തിൽ പുതിയ തൊഴിലവസരങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ജൻസുരാജ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികളുടെ പ്രചാരണം മുൻപോട്ട് പോയത്. അതും വിലയിരുത്തുമ്പോൾ അങ്ങനെ ഒരു പ്രചാരണത്തിൻ്റെയും വോട്ട് എവിടെ കട്ട് ചെയ്യും എന്നുള്ളതാണ്. തീർച്ചയായും BJPയുടെയും JDUവിൻ്റെയും വോട്ടുകൾ കൂടുതൽ ജൻസുരാജ് പാർട്ടിയിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. പകരം RJDയുടെയും കോൺഗ്രസിൻ്റെയും വോട്ടുകൾ ജൻസുരാജ് പാർട്ടിയിലേക്ക് പോയേക്കും. അത്തരത്തിൽ ചെറിയ പാർട്ടികൾ ഈ സീമാഞ്ചൽ മേഖലയിൽ ഉൾപ്പെടെ നിർണായകമാകും. മറ്റൊന്ന് ഈ മിഥിലാഞ്ചൽ മേഖലയാണ്. അതായത് ദർഭംഗ, മധുബനി, സമസ്തിപൂർ, സീതാമർഹി തുടങ്ങിയിട്ടുള്ള മേഖലകൾ ഉൾപ്പെടുന്ന മിഥിലാഞ്ചൽ മേഖല. ഇവിടങ്ങളിലെ BJPയും RJDയും സമാസമം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. സീതാമഢി BJPയുടെ ഒരു ശക്തി കേന്ദ്രമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളവിടെ യാത്ര ചെയ്തിരുന്നു. അവിടെ കഴിഞ്ഞ 3 ടൈമായി മത്സരിക്കുന്ന BJPയുടെ നേതാക്കളുണ്ട്, വിജയിച്ചു വരുന്ന നേതാക്കളുണ്ട്. അവരെല്ലാം ശുഭാപ്തി വിശ്വാസമാണ് മുൻപോട്ട് വെച്ചിട്ടുള്ളത്. കൂടാതെ ഒന്ന് മഗധ മേഖല, പട്നയും നളന്ദയും ഗയ, ഔറംഗാബാദ് ഉൾപ്പെടെയുള്ള മേഖലകൾ, ഇവിടങ്ങളിൽ നിലവിൽ വലിയ വികസനം എത്തിയിട്ടുണ്ട്. കൂടാതെ പുതിയ തൊഴിലവസരങ്ങൾ, ഒരു നഗരപ്രദേശങ്ങൾ എന്ന് നമുക്കതിനെ വിലയിരുത്താൻ സാധിക്കും. ഇവിടങ്ങളിലും BJPക്കും JDUവിനും കോൺഗ്രസിനും മുൻപ് കോൺഗ്രസിനും ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള മേഖലകളിലാണ്. ഇത്തരത്തിലാണ് മേഖല തിരിച്ചൊരു കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതിൽ മഗധ മേഖലയിലും കൂടാതെ മിഥിലാഞ്ചൽ മേഖലയിലും BJP, JDU, LJP സഖ്യം വലിയ നേട്ടമുണ്ടാക്കും. സീമാഞ്ചൽ മേഖലയിൽ RJDക്ക് കൂടുതൽ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളതുമാണ് നിലവിലെ ഒരു വിലയിരുത്തലായി നമുക്ക് പറയാൻ സാധിക്കും. ജിഷ്ണു ദയവായി തുടരുക. മേഖല തിരിച്ചു തന്നെയുള്ള വിവരങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. അതിനുള്ളൊരു ആമുഖം കൂടിയാണ് ഇപ്പോൾ ജിഷ്ണു പറഞ്ഞു വയ്ക്കുന്നത്.